Hi friends, this is our channel Daily Vlogs by Krishna. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബ്രൈഡൽ മേക്കപ്പ് കിറ്റിലുള്ള സാധനങ്ങൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് പാർട്ട്. അപ്പം ഇത് അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. ഇന്നത്തെ ബോക്സിലുള്ളത് ഫേസിൽ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ, അതേപോലെ കൺസീലേഴ്സ്, കറക്റ്റർ, ഹൈലൈറ്റേഴ്സ്, പിന്നെ അതേപോലെ സ്ട്രോപ്പ് ക്രീം, ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇടുന്ന ഒരു ബോക്സാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിനകത്തുള്ള പ്രോഡക്ട്സും അതിൻ്റെ ഡീറ്റെയിൽസും ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഫസ്റ്റ് സ്കിൻ കെയറിന് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് കാണിക്കാം കേട്ടോ. ആദ്യം നമ്മൾ ക്ലെൻസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു വൈപ്സ് വെച്ച് വൈപ്പ് ചെയ്യുകയോ ചെയ്യണം. മേക്കപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളുടെ ഫേസ് ക്ലിയർ ആയിട്ട് ഇരിക്കണം, ഡേർട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഒന്നെങ്കിൽ ക്ലെൻസ് ചെയ്യാം, അതല്ല ക്ലെൻസ് ചെയ്തിട്ട് ഇരിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്യുമെങ്കിലും ചെയ്യാം. അപ്പോൾ ഒരു വൈപ്സ് കയ്യിൽ വെക്കാൻ, ഇത് ഞാൻ എക്സാമിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ. ഇത് ബേബി വൈപ്സ് ആണ്. ഞാൻ തലേന്ന് രാത്രിയാണ് വൈപ്സ് വാങ്ങിക്കാൻ പോകുന്നത്. അപ്പം അവിടെ എനിക്കറിയാത്ത കുറച്ച് ബ്രാൻഡൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ബേബി വൈപ്സ് ആകുമ്പോൾ പിന്നെ അധികം ഇതുണ്ടാവില്ലല്ലോ, നമുക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ വാങ്ങിയപ്പം ബേബി വൈപ്സ് ആണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് എൻ്റെ കിറ്റിലുള്ളത് വൈപ്സ് ആണ്. പിന്നെ ടോണർ യൂസ് ചെയ്യുന്നത് മാമാർത്തിൻ്റെ വിറ്റമിൻ സി ടോണറാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് 399 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പം ഒരു ടോണർ കയ്യിൽ എപ്പോഴും ഉണ്ടാവണത് നല്ലതാണ്. കൂടുതലായിട്ടും ടോണർ യൂസ് ചെയ്യേണ്ടത് ഓയിലി സ്കിന്നായിട്ടുള്ള ആൾക്കാർക്കാണ് ടോണർ യൂസ് ചെയ്യേണ്ടത്. ടോണറിന് പകരമായിട്ട് നോർമൽ റോസ് വാട്ടർ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. സ്കിൻ കെയറിൽ അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് മോയ്സ്ചറൈസിങ് ആണ്. 2 മോയ്സ്ചറൈസറാണ് ഉള്ളത്. ഇതൊന്ന് സെറ്റാഫില്ലിൻ്റെ ആണ്. ഇത് നോർമൽ ടു കോമ്പിനേഷൻ, അതേപോലെ സെൻസിറ്റീവ് സ്കിന്നൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ്. അടുത്തത് പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ മാറ്റിഫൈയിങ് മോയ്സ്ചറൈസർ ആണ്. ഇത് ഓയിൽ കൺട്രോളഡ് ആണ്. ഹൈഡ്രേറ്റ് സ്കിന്ന്, അതായത് ഓയിലി സ്കിന്നുകാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ്. ഇത് പ്ലമ്മിൻ്റെ ആണ് യൂസ് ചെയ്യണത്. ഇതിൻ്റെ MRP വരുന്നത് 470 രൂപയാണ് കേട്ടോ ഇതിൻ്റെ MRP. ഇത് 549 രൂപയാണ് സെറ്റാഫില്ലിൻ്റെ. CTM കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പ്രൈമറാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പം പ്രൈമറായിട്ട് എനിക്ക് യൂസ് ചെയ്യാൻ എൻ്റെ കയ്യിലുള്ളത് 3 പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ. ഇതൊന്ന് ഹുദ ബ്യൂട്ടിയുടെ BB ബ്ലമിഷ് ബാം ക്രീം എന്ന് പറഞ്ഞിട്ട് ഫൗണ്ടേഷൻ വൈറ്റനിങ് മോയ്സ്ചറൈസിങ് ബ്ലമിഷ് ബാം ക്രീമാണിത്. ഇത് ഞാൻ കൂടുതലും ഗസ്റ്റ് മേക്കപ്പിനൊക്കെയാണ് കേട്ടോ ഇത് യൂസ് ചെയ്യാറുള്ളത്. ഇതൊരു ജെൽ ടൈപ്പ് ഓഫ് ഇതാണ്, പ്രൈമറാണ് കേട്ടോ. ഇതിൻ്റെ MRP വരുന്നത്, ഇതിൻ്റെ MRP ഇതിൽ കൊടുത്തിട്ടില്ല, പക്ഷേ 200 രൂപയുടെ അകത്തേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ പ്രൈസ്. പിന്നെ അടുത്തത് PSCയുടെ ഓയിൽ പ്രൈമറാണ്. ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. പിന്നെ അതേപോലെ ഗ്ലാസ് സ്കിന്നൊക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഓയിൽ പ്രൈമർ ഇടുകയാണെങ്കിൽ ഒന്നും കൂടി എന്താ പറയുക, കുറച്ചുകൂടെ ഫേസിന് ഒരു തിളക്കം കിട്ടാനൊക്കെ ഓയിൽ പ്രൈമർ നല്ലതാണ്. അപ്പം അങ്ങനെ ഞാൻ വാങ്ങിയിട്ടുള്ള ഒരെണ്ണമാണ്. ഇത് PSCയുടെ ആണ്. സ്റ്റുഡിയോ ഫിനിഷ് ഓയിൽ പ്രൈമർ ആണ്. അപ്പോൾ ഈ പ്രൈമറിൻ്റെ MRP റേറ്റ് വരുന്നത് 845 രൂപയാണ് കേട്ടോ. അടുത്ത് ഞാൻ യൂസ് ചെയ്യുന്നത് അഫ്ലേഴ്സ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ മാജിക് ഡ്രോപ്പ് ആണ് കേട്ടോ. ഇത് പ്രൈമർ ആയിട്ടും യൂസ് ചെയ്യാം. അതുപോലെ നമ്മളുടെ മേക്കപ്പ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടും, അതേപോലെ രാവിലെ ഇട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം വരെയൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ഫൗണ്ടേഷനിൽ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം കേട്ടോ. ഡയറക്റ്റ് ഫേസിൽ പ്രൈമറായിട്ടും പ്രൈമറിന് പകരവും യൂസ് ചെയ്യാം, അതേപോലെ ഫൗണ്ടേഷനിൽ മിക്സ് ചെയ്തും ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാ ഈ 3 പ്രോഡക്റ്റും ആണ് ഞാൻ ഇതിന് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ MRP റേറ്റ് വരുന്നത് 1999 ആണ്. അതായത് 1999 രൂപയാണ് കേട്ടോ വരുന്നത്. പിന്നെ ഒരു മേക്കപ്പ് റിമൂവർ എപ്പോഴും ഞാൻ കിറ്റിൽ വെക്കാറുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 249 രൂപയാണ്. ഇത് ഗാർണിയറിൻ്റെ ആണ്. ഇതാണ് പ്രോഡക്റ്റ്. PSCയുടെ ആണ് ഫൗണ്ടേഷൻ ഉള്ളത്. സ്റ്റുഡിയോ HD ലിക്വിഡ് ഫൗണ്ടേഷൻ ആണ് കേട്ടോ. ഇതിൽ 2 ഷെയ്ഡാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. നമുക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്ക് എപ്പോഴും 2 ഷെയ്ഡ്, ഒരു ഡാർക്കറും അതേപോലെ ഒരു ലൈറ്റ് ഷെയ്ഡും വാങ്ങി വെക്കുകയാണെങ്കിൽ എല്ലാ സ്കിന്നിനും നമുക്ക് എന്ത് ചെയ്യാം, അത് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ 2 ഷെയ്ഡ് വാങ്ങിയിട്ടുണ്ട്. PSCയുടെ ബ്രാൻഡിൻ്റെ ആണ്. ഇതിൻ്റെ റേറ്റ് 995 രൂപയാണ്. അതേപോലെ ഇത് ലൈറ്റ് ഷെയ്ഡ് വരുന്നത് 1.7ഉം ഡാർക്ക് ഷെയ്ഡ് വരുന്നത് 5.0 ആണ് കേട്ടോ ഷെയ്ഡ് നമ്പർ വരുന്നത്. ഇനി അടുത്തത് ഒരു ഫിറ്റ്മിയുടെ ഒരു ഫൗണ്ടേഷൻ ഉണ്ട്. ഇത് ഞാൻ ഗസ്റ്റ് മേക്കപ്പിനാണ് ഇത് യൂസ് ചെയ്യാറുള്ളത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 649 രൂപയാണ് കേട്ടോ.
നോർമൽ ടു ഓയിലി സ്കിന്നുകാർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. 1 to 6 ആണ് ഇതിന്റെ ഷെയ്ഡ് നമ്പർ വരുന്നത്. അടുത്തത് ബ്ലൂ ഹെവന്റെ 2 ഫൗണ്ടേഷൻ ആണ്. ഇതും അതേപോലെ ഒരു ലൈറ്റ് ഷെയ്ഡും ഒരു ഡാർക്ക് ഷെയ്ഡും ആണ് വാങ്ങിയിട്ടുള്ളത്. ഇതിൽ ഷെയ്ഡ് വരുന്നത് കാരമൽ 401 വീറ്റിഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡും അതുപോലെ ഹണി ടാൻ 302 മീഡിയം പ്ലസ് ടാൻ യെല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡും ആണ് കേട്ടോ. അപ്പൊ ഇത്രയാണ് എൻ്റെ ഉള്ള ഫൗണ്ടേഷൻസ്. സെറ്റിംഗ് പൗഡർ യൂസ് ചെയ്യുന്നത് ഫോറെവർ 52ന്റെ ആണ് കേട്ടോ. ഇത് നമ്മൾ ബനാന പൗഡർ എന്നൊക്കെ ഇതിന് പറയും. നമ്മൾ മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യാനൊക്കെ പൗഡർ ബേക്കിംഗ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പൊ ഇതാണ് കേട്ടോ പ്രോഡക്റ്റ്. അടുത്തത് PSCയുടെ ഒരു സ്ട്രോബ് ക്രീം ആണ് കേട്ടോ. പീച്ച് ഷെയ്ഡാണ് ഇത് വരുന്നത്. ഇത് എന്തിനാ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ മെയിനായിട്ട് നമ്മുടെ ഗ്ലാസ് സ്കിൻ മേക്കപ്പിനൊക്കെയാണ് നമ്മൾ സ്ട്രോബ് ക്രീം യൂസ് ചെയ്യുക. ഇതൊന്നെങ്കിൽ ഫേസ് ഫുള്ളായിട്ട് ഫൗണ്ടേഷൻ ഇടുന്നതിന് മുന്നേ അപ്ലൈ ചെയ്യാം. അതല്ല എങ്കിൽ നമുക്ക് ഫൗണ്ടേഷൻ്റെ കൂടെ മിക്സ് ചെയ്തും ഇത് യൂസ് ചെയ്യാം കേട്ടോ. നല്ല PSCന്റെ സ്ട്രോബ് ക്രീം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരെണ്ണമാണ്. പിന്നെ ലാക്മേയുടെ ഒരു ലൂമി ക്രീമും ഉണ്ട്. ഇത് മോയ്സ്ചറൈസറിങ് വിത്ത് ഹൈലൈറ്റർ എന്ന് പറഞ്ഞിട്ട് ഇതും നല്ലതാണ്. ഇത് ഞാൻ ഗസ്റ്റ് മേക്കപ്പിന് യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ എൻ്റെ സെൽഫ് മേക്കപ്പിന് ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇത് 795 രൂപയാണ് കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത്. ബേക്ക്ഡ് ഹൈലൈറ്റർ ഉണ്ട്. ഇത് ടീൻ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ആണ്. ഇത് ഭയങ്കര ഇഷ്ടം എനിക്ക് ഹൈലൈറ്റർ. ഇത് ഞാനൊരു റീൽസിൽ ഇതിന്റെ റിവ്യൂ കണ്ടിട്ട് അങ്ങനെ വാങ്ങി നോക്കിയതാണ്. പക്ഷെ ഇത് ഭയങ്കര നല്ല അടിപൊളി ഹൈലൈറ്റർ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൽ കുറച്ചാക്കിയാൽ തന്നെ നമുക്ക് അതിന്റെ ആ ഒരു എന്താ പറയാ ഒരു ഗ്ലോയും കാര്യങ്ങളൊക്കെ കിട്ടും. കണ്ടോ, പെട്ടെന്ന് തന്നെ ഒരു തിളക്കം വന്ന ഫീലില്ലേ. അപ്പൊ ഇത് നല്ലൊരു ഹൈലൈറ്റർ ആണ്, എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള. ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇതിന്റെ ഗോൾഡൻ ഷെയ്ഡ് ആണ് കേട്ടോ. ഇതിൽ വേറെയും ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. കോപ്പർ ഷെയ്ഡ് ഒക്കെ വരുന്നുണ്ട് ഇതിന്റെ തന്നെ. പിന്നെ ഈ കിറ്റിൽ വരുന്നത് സ്പോട്ട് കൺസീലേഴ്സ് ആണ്. ഇത് ഫോറെവർ 52ന്റെ ആണ്. ഈ പറഞ്ഞതുപോലെ തന്നെ ഫൗണ്ടേഷൻ വാങ്ങുന്ന പോലെ തന്നെ ഇത് വാങ്ങിക്കുകയാണ് നല്ലത്. ഒരു ഡാർക്ക് ഷെയ്ഡും ഒരു ലൈറ്റ് ഷെയ്ഡും ആണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. ഡെയിലി ലൈഫ് ഫോറെവർ 52 പ്രൊഫഷണൽ കംപ്ലീറ്റ് കവറേജ് കൺസീലർ ആണിത്. ഇതിന്റെ ഷെയ്ഡ് വരുന്നത് ഡാർക്കറിൽ ഷെയ്ഡ് വരുന്നത് COV010യും ലൈറ്റ് ഷെയ്ഡ് വരുന്നത് COV003യും ആണ് കേട്ടോ. ഇതാണ് പ്രോഡക്റ്റ്. ഈ സ്പോട്ട് കൺസീലറിന്റെ റേറ്റ് വരുന്നത് 594 രൂപയാണ്. ഞാനിത് നൈക്കയെന്നാണ് കേട്ടോ വാങ്ങി. പിന്നെ ഒരു ലിക്വിഡ് കൺസീലറും കൂടി ഉണ്ട്. ഇത് ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ ആണ്. ഇതെനിക്ക് പേഴ്സണൽ യൂസിന് വാങ്ങിയതാ. എങ്ങനെയുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് വാങ്ങി നോക്കിയതാണ് കേട്ടോ. നല്ല ഒരു എന്താ പറയാ ഒരു ലൈറ്റ് ആയിട്ടുള്ള കവറേജ് കിട്ടും. എനിക്ക് ഫൗണ്ടേഷൻ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പം വല്ലപ്പോഴും ഒക്കെ എന്തെങ്കിലും ഇതിന് പോകുമ്പോൾ അത്യാവശ്യം നല്ല കവറേജ് ഉണ്ട്. നല്ല കൺസീലറാണ് ഇത്. സത്യം പറഞ്ഞാൽ ഞാൻ വെറുതെ ട്രയൽ നോക്കാന്ന് വിചാരിച്ച് ഓൺലൈനിൽ തന്നെ വാങ്ങിച്ചത്. പക്ഷെ എൻ്റെ സ്കിന്നിന് ഇത് സൂട്ടാണ്. കറക്റ്റ് ഷെയ്ഡ് എനിക്ക് കിട്ടി. അപ്പോൾ അതുകൊണ്ട് ഞാനിത് പേഴ്സണൽ യൂസിന് ഉപയോഗിക്കാറുണ്ട്. ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്താൽ തന്നെ അത്യാവശ്യം നല്ല കവറേജ് കിട്ടും. കണ്ട് ഈ സൈഡും കണ്ട് ഇപ്പോൾ ഇവിടെ ഈ കൺസീലർ ആക്കിയ ഭാഗവും ഈ ഭാഗവും തമ്മിൽ കളർ വ്യത്യാസമില്ലേ. അത്യാവശ്യം നല്ലൊരു കൺസീലറാണ്. പേഴ്സണൽ യൂസിനും ഗസ്റ്റ് മേക്കപ്പിനൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. സ്വിസ് ബ്യൂട്ടിയുടെ ആണ്. ഇതിന്റെ റേറ്റ് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഷെയ്ഡ് വരുന്നത് 04 മീഡിയം ബേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. നല്ലതാ. പോൺസിന്റെ ഒരു BB ക്രീം ഉണ്ട്. ഇതിന്റെ റേറ്റ് ഇതെന്തായാലും 200 രൂപയുടെ അകത്തേ വരുന്നുള്ളൂ. പക്ഷെ ഇതിന്റെ റേറ്റ് ഇതിലില്ല. കുറച്ച് നാൾ മുന്നേ വാങ്ങിയ അപ്പൊ കവറൊന്നും ഇല്ലാത്തതുകൊണ്ട് റേറ്റ് ഓർമ്മയില്ല. പോൺസിന്റെ BB ക്രീം ആണ്. ഇത് ഞാൻ പേഴ്സണൽ യൂസിന് വേണ്ടി വാങ്ങിയിട്ടുള്ളതാ. എന്താ കണ്ടോ, അത്യാവശ്യം കവറേജ് ഉള്ള ഒരു BB ക്രീം ആണ് ഇത്. കുഴപ്പമില്ല, നമുക്ക് പേഴ്സണൽ യൂസിന് നല്ലതാണ്. ഞാൻ എൻ്റെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് മേടിച്ചാണ്. അടുത്തത് വരുന്നത് ഓറഞ്ച് കൺസീലർ ആണ്. ലിക്വിഡ് കൺസീലർ, കറക്റ്റർ കൺസീലർ എന്നൊക്കെ ഇതിന് പറയാം. HD ഹൈ ഡെഫിനിഷൻ കൺസീലർ ആണ് ഇത്. ആദ്യം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അപ്പം ഇത് തീർന്നു പോകാനായതുകൊണ്ട് ഞാൻ ഒരെണ്ണം കൂടെ പ്രോഡക്റ്റ്സ് വാങ്ങിച്ച കൂട്ടത്തിൽ വാങ്ങിയതാണ്.
ഇത് LA Girlന്റെ പ്രോ കൺസീലർ ആണ്, HD ഹൈ ഡെഫിനിഷൻ കൺസീലർ ആണ് കേട്ടോ. GC990 ഓറഞ്ച് കറക്റ്റർ എന്നാണ് കേട്ടോ ഇതിന്റെ ഷെയ്ഡ് വരുന്നത്. ഇത് LA Girlന്റെ ആണ്. ഇതിനകത്തൊരു ബ്ലഷ് ഉണ്ട്. ഇത് ഇൻസൈറ്റിന്റെ ബ്ലഷ് ആണ്, ഒരു പീച്ച് ഷെയ്ഡാണ്. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതല്ല കേട്ടോ, ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാ, ഒരു ഫാൻസി സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിന് റേറ്റ് ഇപ്പം എനിക്ക് ഓർമ്മയില്ല. 01 സോഫ്റ്റ് സാൽമൺ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാ, ഇൻസൈറ്റിന്റെ ആണ് കേട്ടോ, കാണുന്നുണ്ടോ കേട്ടോ. അടുത്തത് ഒരു കൺസീലർ പാലറ്റ് ആണ് കേട്ടോ. കൺസീലറും കറക്റ്ററും ഒക്കെ വരുന്നുണ്ട്. ഒരുവിധം ഷെയ്ഡൊക്കെ ഇതിലുണ്ട്. അത്യാവശ്യം ഒരു ബിഗിനർ ആയിട്ടുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റിന് കയ്യിൽ വെക്കാൻ പറ്റിയ ഒരു കൺസീലർ പാലറ്റ് ആണ് ഇത്. ഇതിന്റെ റേറ്റ് വരുന്നത് 1499 രൂപയാണ്. ഇത് നൈക്കയുടെ കൺസീലർ ആണ് കേട്ടോ. പിന്നെ ഇതിനകത്തുള്ളത് മേക്കപ്പ് ഫിക്സറുകളാണ് ഉള്ളത്. ഇത് ഒരു സ്വിസ് ബ്യൂട്ടിയുടെ നാച്ചുറൽ മേക്കപ്പ് ഫിക്സർ ആണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്, വിത്ത് വിറ്റമിൻ ഇ ആൻഡ് അലോവേര എന്ന് പറഞ്ഞിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ ആണ്. ഇതിന്റെ റേറ്റ് 129 രൂപയാണ്. ഇത് പക്ഷെ എനിക്ക് ടൈറേന്ന് പ്രൊഡക്റ്റ് വാങ്ങിയപ്പം ഗിഫ്റ്റ് കിട്ടിയ ഒരു മിനി ബോട്ടിലാണ് കേട്ടോ. സ്റ്റീൽ ദ ഡീൽ എന്ന് പറഞ്ഞിട്ടുള്ള മാർസിന്റെ ഒരു ഫിക്സർ ആണ് കേട്ടോ. നാച്ചുറൽ ഫിനിഷിംഗ് ആണ്, അതേപോലെ ലോങ് ലാസ്റ്റിംഗ് ആണ്, സ്മഡ്ജ് പ്രൂഫ് ആണെന്ന് പറയുന്നുണ്ട്. ഇത് ഞാൻ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇത് നല്ലൊരു ഫിക്സർ ആണ് കേട്ടോ. ഇത് എന്താ പറയാ, ഒന്ന് സ്പ്രേ ചെയ്താൽ തന്നെ ഒരു ഗ്ലോ ഒക്കെ വരുന്ന പോലെ ഒരു ഫീൽ കിട്ടും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെടും. കണ്ടു, ഇത്രയും നേരത്തെ ഒരു മാറ്റ് ലുക്ക് അല്ലല്ലോ, ഇത് അടിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ചുകൂടി ഒരു ഷൈനിങ് കൂടുതൽ തോന്നുന്നില്ലേ. ഇത് നല്ലൊരു ഫിക്സർ ആണ്. അടുത്തത് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടം, അതുകൊണ്ട് ഞാൻ അടിച്ചു കാണിച്ചത്. ഇതിന്റെ റേറ്റ് ഇതിലില്ല, ഇതിന്റെ കവറൊക്കെ പോയതുകൊണ്ട് എനിക്ക് റേറ്റ് ഓർമ്മയില്ല കേട്ടോ. ആമസോണിൽ നിന്ന് ഞാൻ വാങ്ങിച്ചത്, ആമസോണിൽ ഉണ്ടാവും. മാൾസിന്റെ ആണ്, ഇതിനകത്തില്ല. ഇത് അപ് ടു 8 hours വരെ ലോങ് ലാസ്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. ഇതിന്റെ റേറ്റ് വരുന്നത് 1050 രൂപയാണ്. മൈക്രോ ഫിനിഷ് മേക്കപ്പ് ഫിക്സർ ആണ്, PSCയുടെ ആണ്. മൈക്രോ ഫൈൻ സ്പ്രേ ലോക്സ് മേക്കപ്പ് ഫോർ 12 hours പ്ലസ് സ്വെറ്റ് പ്രൂഫ് ഫോർമുല ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് നല്ലൊരു മേക്കപ്പ് ഫിക്സർ ആണ്. നമുക്ക് എന്താ പറയാ, ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്ക് നല്ലൊരു ഓപ്ഷൻ ആണ്. അപ്പോൾ ഇത്രയും പ്രോഡക്ട്സ് ആണ് ഈ ഒരു മേക്കപ്പ് ബോക്സിൽ വരുന്നത്. ഞാനിങ്ങനെ പാർട്ടായിട്ട് കാണിക്കുന്നത് വീഡിയോ ഒരുപാട് ലോങ് ആയിട്ട് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ബാക്കി പ്രോഡക്ട്സ് അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്തൊക്കെ വീഡിയോസ് വേണം, പുതിയ വീഡിയോസ് ഏതെങ്കിലും തരത്തിലുള്ള പുതിയ വീഡിയോസ് വേണമെന്നാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പം അതിനനുസരിച്ച് ഞാൻ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പം അതുവരേക്കും ടാറ്റാ.